239 മത്സരങ്ങളാണ് 24 വേദികളിലായി മാറ്റുരയ്ക്കുന്നത്. അതിൽ വേദി 3 ഭരത് ഗോപി സ്മൃതിയിലായിരുന്നു മാർഗംകളി മത്സരം. ഞങ്ങളുടെ പ്രതിനിധി ഐശ്വര്യ കണ്ട മാർഗംകളി കാഴ്ചയിലൂടെ ഒന്ന് പോയി വരാം. ഈ ചൂടത്ത് നിങ്ങൾ നാരങ്ങ വെള്ളം കുടിക്കാൻ എന്ത് സുഖമല്ലേ, ഇതൊരു ആശ്വാസം. സ്റ്റോറിയൊക്കെ ചെയ്യണം, ഞാനും അതാണ് നോക്കണം എന്താ ഉള്ളതെന്നുള്ളത്. വേദി 3 മാർഗംകളിയുണ്ട്. നമുക്ക് മാർഗംകളി കണ്ടിട്ട് വന്നാലോ? പോവാം, നാരങ്ങ വെള്ളം കുടിച്ച് മാർഗംകളി കണ്ടിട്ട് വരാം. ബാ. കലോത്സവമല്ലേ, എന്ത് സ്റ്റോറി ചെയ്യണമെന്ന ആകെ ഒരു കൺഫ്യൂഷൻ. അപ്പോഴാണ് വേദി 3 മാർഗംകളി ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നെ അങ്ങോട്ടേക്ക് വച്ചു പിടിച്ചു. ഏതായാലും പോവുകയല്ലേ, ചുവടുകളൊക്കെ ഒന്ന് നോക്കി വെച്ചു. വേദി 3 പിന്നെ ആകാംക്ഷയായി. ചെന്നെത്തിയപ്പോൾ അതാ ഒരുങ്ങുന്നവരുണ്ട്, ഒരുങ്ങിയവരുണ്ട്, എന്നെപ്പോലെ ഒരു മാർഗവുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നവരുമുണ്ട്. കുറച്ച് കുശലാന്വേഷണം നടത്തി ഞാൻ മത്സരം കാണാനായി വേദിയിൽ ആസനസ്ഥയായി. കൃത്യനിഷ്ഠയിൽ കണിശക്കാരായതുകൊണ്ടാണോ ആവോ, തുടങ്ങിയപ്പോൾ 2 മണിക്കൂർ വൈകി. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ കർട്ടൻ ഉയർന്നു. തകർത്ത് തിമിർത്തൊരു മാർഗംകളി. സ്ക്രീനിൽ കാണുന്ന കലകൾ നേരിട്ട് കാണുമ്പോൾ ആഹാ എന്നല്ലാതെ മറ്റെന്ത് പറയാൻ. ആദ്യത്തെ മത്സരം കഴിഞ്ഞതും അവരെ കാണാനും അഭിനന്ദിക്കാനുമായി ഒരു മോഹം. പിന്നെ അവരുടെ അടുത്തേക്ക്. ഇവരുടെ മത്സരമാണ് ഞാൻ ആസ്വദിച്ച് കണ്ടത്. അപ്പം നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഈ ഒരു 10 മിനിറ്റാണ് നിങ്ങളുടെ 2.5 വർഷത്തെ ഒരു പ്രയത്നമാണ് 10 മിനിറ്റ് കൊണ്ട് ഇവിടെ ചെയ്ത് തീർത്തത്. എങ്ങനെ തോന്നി? ആ കളിക്കുന്നതിന് മുൻപും കളിച്ച് കഴിഞ്ഞപ്പോഴും എന്ത് തോന്നി? കളിച്ച് കഴിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ഇങ്ങനെ ഒരു വേദിയിൽ കളിക്കാൻ പറ്റിയതിൽ ഒരുപാട് അഭിമാനം തോന്നി. പ്ലസ് ടുക്കാരാണ്, അപ്പം ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചൊരു വേദിയാണിത്. അപ്പം ഇവിടം വരെ എത്താൻ പറ്റിയാൽ ഞങ്ങൾ ഒരുപാട് ബ്ലെസ്ഡ് ആണ്. അപ്പം കേട്ടില്ലേ, 2.5 വർഷത്തെ പരിശ്രമമാണ് 10 മിനിറ്റുകൾ കൊണ്ട് അവതരിപ്പിച്ചത്. മത്സരം കഴിഞ്ഞ എല്ലാവരും കണ്ണീരോടെയാണ് ഇറങ്ങി വന്നത്. സന്തോഷം കൊണ്ടുള്ള കണ്ണീർ. അവരെയും അഭിനന്ദിച്ച് തിരിച്ചു നടക്കുമ്പോൾ അടുത്ത് മത്സരിക്കാനുള്ളവർ ഗുരുസ്ഥാനീയരിൽ നിന്ന് അനുഗ്രഹം വാങ്ങുകയായിരുന്നു. എല്ലാം കണ്ട് മനം നിറഞ്ഞ് ഞങ്ങളും ഇറങ്ങി. ക്യാമറമാൻ അനിൽകുമാറിനോടൊപ്പം RS ഐശ്വര്യ, അമൃത ന്യൂസ്.